പത്തംഗ സംഘം വീട് കയറി ആക്രമണം നടത്തിയതായി പരാതി. അഞ്ചൽ അഗസ്ത്യക്കോടിനടുത്താണ് സംഭവം. അഗസ്ത്യക്കോട് പാറവിള സ്വദേശി ചന്ദ്രബോസിന്റെ വീട്ടിലാണ് ആക്രമണം നടത്തിയത്. രാത്രിയോടെ എത്തിയ അക്രമി സംഘം വീട്ടു സാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചന്ദ്രബോസിനെയും ഭാര്യ പ്രിയയെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. അർദ്ധരാത്രിയിലെത്തിയ അക്രമി സംഘം വീട്ടുസാധനങ്ങൾ അടിച്ചു തകർക്കുകയും ചന്ദ്രബോസിനെയും ഭാര്യ പ്രിയയെയും കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. 2 കാറുകളിലായി എത്തിയ അക്രമികൾ ചന്ദ്രബോസിന്റെ മകനെ കൊല്ലുമെന്ന് പറഞ്ഞാണ് വന്നതെന്നും വീട്ടിലെ മുറികളിൽ കയറി തന്റെ മകന് വേണ്ടി തെരച്ചിൽ നടത്തിയെന്നും മകനെ കാണാതെ വന്നപ്പോഴാണ് തന്നെയും ഭാര്യയെയും കയ്യേറ്റം ചെയ്യുകയും വീട്ടുപകരണങ്ങൾ നശിപ്പിക്കുകയും ചെയ്തതെന്നും ചന്ദ്രബോസ് പറഞ്ഞു. ഇപ്പം കൂടെ ഒരു 10 മണിക്ക് ശേഷം വീട്ടിനകത്തിരിക്കുകയായിരുന്നു, കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. റെഡിലെ കതവ് കുറ്റിയിട്ടിരുന്നില്ല, ചാരിയിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ ഒരു ബഹളം. അപ്പം ഞാൻ വിചാരിച്ച് കരാളുകാർ വരുവാണെന്ന്. അപ്പോൾ അവരിവിടെ ബഹളം വെച്ചിട്ട് നേരെ അടുത്ത വീട്ടിൽ ചെന്ന് എൻ്റെ മോൻ്റെ പേര് ചോദിച്ചിട്ട് ജോജിയുടെ വീട് ഏതാണെന്ന് അവരടുത്ത് ചോദിച്ചു. അവർ വീട് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് നേരെ പാഞ്ഞിങ്ങോട്ട് വരിക. ഞാൻ അന്നേരം വിചാരിക്കുന്ന കരോളുകാരാണ് വന്ന് ജോജി അന്നേരം വേണം എന്താ അവൻ പറയാ, ഞാൻ വല്ലൂര് ഷിബുവിൻ്റെ മോനാണ്, നോക്കിക്കോ, ജോജിയെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൻ വെള്ള പുതപ്പിച്ച് വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് ഇട്ട് തരുമെന്ന്. 2 വാഹനത്തിലാണ് വന്നത്. ഏതാണ്ട് 10 പേര് പുറത്തുണ്ടായിരുന്നു. എല്ലാവരും നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ട്. വീടിനകത്ത് കയറി മൊത്തം നശിപ്പിച്ച്. ഞാൻ എൻ്റെ വീടിൻ്റെ പെയിൻറ്റ് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പെയിൻ്റൊക്കെ മേടിച്ച് വെച്ചിരുന്ന എല്ലാവരുടെ അടുത്ത് പിന്നെ കസേരകൾ ടീപ്പോ എല്ലാം അടിച്ച് അടച്ചു. കഴിഞ്ഞ ദിവസം ഒരു ആഘോഷ പരിപാടിയിൽ നടന്ന വാക്കുതർക്കമാണ് അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. സംഭവത്തിൽ ചന്ദ്രബോസ് അഞ്ചൽ പോലീസിൽ പരാതി നൽകി. അക്രമത്തിൽ പരിക്കേറ്റ ചന്ദ്രബോസിന്റെ ഭാര്യ പ്രിയ അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.